ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നല്ല ചക്ക സീസൺ ആയതുകൊണ്ടേ ഞങ്ങൾ ചക്കയുടെ അട ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചക്ക ചോളയൊക്കെ എടുത്ത് കുരുവൊക്കെ കളഞ്ഞ് ഇങ്ങനെ സ്റ്റീം ചെയ്ത് വെച്ചതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇങ്ങനെ സ്റ്റീം ചെയ്ത് വെച്ച ചക്ക എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ 1-2 ഏലക്കായ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അതിനുശേഷം നമ്മൾ ശർക്കരപ്പാനി വെക്കുക. അത് തിളച്ച് വരുന്ന സമയത്ത് ഈ ചക്കയുടെ നമ്മൾ അടിച്ചു വെച്ച ചക്ക അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ തിക്കായി വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് അരിപ്പൊടി ചേർക്കണം. നന്നായിട്ട് അതിനെ തിക്കായതിന് ശേഷമാണ്, കുറച്ച് തിക്കായി വന്നതിന് ശേഷമാണ് അരിപ്പൊടി ചേർക്കേണ്ടത്. അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഇങ്ങനെ അതും കൂടെ ഒന്ന് തിക്കായി വരുമ്പോൾ ഒന്നും കൂടെ ഒരു നല്ല ബൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ടുപൊടിയോ അല്ലെങ്കിൽ റവയോ ചേർക്കുക. നമ്മളിപ്പോൾ ഇവിടെ ചേർക്കുന്നത് പുട്ടുപൊടിയാണ്. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് ആര്യമോളാണ് കേട്ടോ. നമ്മളെ മെയിൻ കുക്ക് ആര്യയാണ്. ഈ ആര്യ എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഒരു കൊളീഗ്സാണ്, തൊട്ടടുത്ത് നെയ്ബേഴ്സുമാണ്. അങ്ങനെ ആര്യയാണ് ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഏകദേശം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്, ഇങ്ങനെ ബൈൻഡായി വന്നിട്ടുണ്ട്, തിക്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വാഴയുടെ ഇല എടുക്കുക. വാഴയുടെ ഇല എടുത്തിട്ട് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ഇതാക്കി എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകില്ല മടക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചൂടാക്കുകയാണ്. അതിനുശേഷം നമ്മൾ വാഴൻ്റെ ഇലയിൽ ഇട്ടുകൊണ്ട് മടക്കി പല ഷേപ്പിലാക്കി വെക്കാം നമുക്ക്, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്. അതിൻ്റെ കൂടെ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. നമ്മളത് ചേർത്തിട്ടില്ല. അതിനുശേഷം നമ്മളത് സ്റ്റീം ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ ഒരു 20 മിനിറ്റ്സൊക്കെ സ്റ്റീം ചെയ്യണം മിനിമം, എന്നാലേ അത് ആവുള്ളൂ. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. നമ്മളൊരു ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണതിങ്ങനെ സ്റ്റീം ആയത്. അപ്പം നമുക്കറിയാൻ പറ്റും. പിന്നെ ഈ ഇലങ്ങയൊക്കെ വാടി നമുക്കറിയാലോ ഒരു ഷേപ്പ് ഇതായിട്ട് വരും. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, നന്നായിട്ട് ഇലയൊക്കെ വാടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് ഇതൊന്ന് മാറ്റി വെക്കുക. മാറ്റിയിട്ട് ചൂടോടെ കഴിക്കാൻ പറ്റില്ല, അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പോൾ നമ്മളൊന്ന് തണുപ്പിക്കണം. ഒന്ന് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇതാ ചക്കയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കിയ എല്ലാവർക്കും ചക്ക കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങളതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസാണ് ഉണ്ടാക്കിയത്. കട്ടൻ ചായ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.